സുഹൃത്തുക്കളെ, ഒരു 4 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ടോ? ഇന്ന് ഞാൻ കുറച്ച് കലാകാരന്മാരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളെ തൃശ്ശൂരിലേക്ക് ചെറിയൊരു ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പോൾ തിരിച്ചു പോരുമ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. എൻ്റെ കൂടെ നമ്മളെ ഗഫൂറാക്കും ഉണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ കുറ്റൂര് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ആന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒറിജിനൽ ആന നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒറിജിനൽ അല്ലാന്ന്. പക്ഷേ ഇതൊക്കെ ഈ ആൽബി ചേട്ടൻ്റെ സുഹൃത്തുക്കളും കരവിരുതാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പുറകുവശത്തേക്ക് പോയപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാൻ പോയി ഞാൻ ഇവരെ കൂടെ. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം കണ്ട ആനയൊന്നും ഒന്നുമല്ല, അമ്മാതിരി ആന വേറൊന്ന്. ഈ ആനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുമ്പിക്കൈ, ചെവി, വാല് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ഇവിടെ ഇവർ സെയിലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റെൻറ്റിനും തരും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ആൽബി ചേട്ടൻ പറഞ്ഞു ബിജോ ചേട്ടനാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് ബിജോ ചേട്ടനെ വിളിക്കാൻ വയ്ക്കുകയാണ്. അങ്ങനെ ബിജോ ചേട്ടൻ ഇവിടെ വന്നു കേട്ടോ. പെരിന്തൽമണ്ണ ഹൈവേയിൽ പോകണം, കരിങ്കല്ലത്താണി, പാലക്കാട് റൂട്ടിൽ. ഇവർ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കേണ്ട ഒരു പുറപ്പാടിലാ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ തട്ടിക്കൂട്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ബിജോ. നമ്മളിവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യണം, ഫൈബറിന്റെ പരിപാടികൾ. അപ്പൊ അതില് നമ്മൾ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് റെന്റിന് കൊടുക്കണ പരിപാടി. റെന്റിന് കൊടുക്കും, പിന്നെ വിൽക്കും ചെയ്യും. സെയിലുണ്ട്. ഓക്കെ, ആവശ്യമനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ റെന്റ് ഇപ്പൊ പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ഇപ്പൊ റെന്റിന് വേണമെന്ന് പറഞ്ഞാല് നമുക്ക് എത്ര രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് വിഷയമുള്ള കേസല്ല. ഇത് വർക്കിംഗ് മോഡലാണ്, വർക്കിംഗ് മോഡലാണ് ആന അല്ലെ. ചെവി, തല, വാലൊക്കെ മൂവ്മെന്റ് ബില്ലാണ്. അപ്പൊ അതിനൊരു 25,000 ഒക്കെ വാടക വരുന്നുണ്ട്. പിന്നെ പെരിന്തൽമണ്ണ എന്ന് നമുക്ക് വണ്ടി ദൂരം കൂടുതലുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഡീസലിന്റെ പൈസ എന്നുള്ള രീതിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യും. ഇതൊക്കെ ആരെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതാണ് അല്ല, ഇത് നമുക്ക് തന്നെ ഇവിടെ ഷോപ്പുണ്ട്. ബേബി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഷോപ്പുണ്ട്. അപ്പൊ അതിന് ഇല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ ഉണ്ട്. ഇതൊക്കെ എന്ത് വെച്ചിട്ടാ ഉണ്ടാക്കുന്നത്? ഇത് ഫൈബർ മെറ്റീരിയൽ ഫുള്ളായിട്ട്. നല്ല രസമായിട്ടുണ്ട്. ഇതൊരു കല തന്നെ, കഴിവാണ്. അതിന്റെ തല അവിടെ ഉണ്ട്. അതാളാണ് അല്ലെ. എന്താ ആൽബിയാണ്. എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട്. ഞാൻ വന്ന വഴി കണ്ടപ്പോ കയറി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, അതൊറ്റക്കൊന്നല്ല കേട്ടോ. സ്പൈഡർമാൻ, ഹൽക്ക് തുടങ്ങി കുട്ടികൾക്കൊക്കെ അറിയാം ഒരുപാട് രൂപങ്ങൾ ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര്. സുഹൃത്തുക്കളെ, അപ്പോൾ ഏതായാലും ഞങ്ങളവിടുന്ന് പോരുകയാണ്. തൃശ്ശൂർ അടുത്ത് കുറ്റൂര് എന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഓക്കെ.